കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, അതിന്റെ റിസൾട്ട് ഏതാണ്ട് മലയാളി സമ്പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാന ഫലം പുറത്തു വരാനുള്ള മണിക്കൂറുകളാണ്. ഏതാനും 1-2 മണിക്കൂറുകൾക്കകം ഒരു പൂർണ്ണ ചിത്രം വെളിവാകും. ഇപ്പോ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് മൊത്തത്തിലെടുക്കുമ്പോൾ മൊത്തത്തിലെടുക്കുമ്പോൾ കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളും എടുക്കുമ്പോൾ UDF-ന് അപ്രതീക്ഷിതം എന്ന് പറയുന്നത് സകല മാധ്യമങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒന്നും പ്രവചിച്ചിട്ടില്ലാത്ത വിധം UDF-ന് പ്രതീക്ഷിക്കാത്തൊരു വിജയം ഉണ്ടാകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ വിശകലനത്തിൽ അല്പനേരത്തെ ചർച്ചയ്ക്ക് എൻ്റെ കൂടെ ഉള്ളത് പ്രമുഖരായ രണ്ടുപേരാണ്. ഒന്ന് ശ്രീ NM പിയേഴ്സനാണ്, മറ്റൊന്ന് രാജേന്ദ്രൻ പന്തളമാണ്. രണ്ടുപേരും അവരുടെ നിലപാടുകൾ പറയും. എനിക്ക് ഈ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വിശകലന ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആർക്കെങ്കിലും എതിരാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരാണ് എന്ന് പറയുന്നതിനേക്കാൾ, CPM-നെതിരാണ് എന്ന് പറയുന്നതിനേക്കാൾ കൃത്യമായി പറയേണ്ടത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തിനെതിരാണ്. ആരാണ് കേരളം ഭരിച്ചത്? ഇടതുപക്ഷ മുന്നണിയല്ല, ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിസഭയല്ല, CPM എന്ന പാർട്ടിയല്ല. പിന്നെ ആരാണ് ഭരിച്ചത്? പിണറായി വിജയൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായി കഴിഞ്ഞ കുറെ കാലമായി ഭരണകൂടത്തിന്റെ ഉപശാലകളിൽ ജീവിച്ചു വന്ന ഒരു സംഘവുമാണ്. ഒരു കോർപ്പറേറ്റ് എന്ന് പോലും പറഞ്ഞുകൂടാ, ഒരു ലോബിയാണ് ഭരിച്ചത്. പിണറായി വിജയന് കൊടുത്ത ആദ്യം കിട്ടിയ അവസരത്തിൽ കേരള ജനത കൊടുത്ത അടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ, രണ്ടുപേരും എങ്ങനെ കാണുന്നു? പിയേഴ്സൺ മാഷ് പറയൂ. അല്ല, വളരെ കൃത്യമാണത്. കാരണം പിണറായി CPM എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലേക്ക് ഒതുക്കി എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. പാർട്ടിക്കകത്ത് നിന്ന് ഈ പാർട്ടിയുടെ നയത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണല്ലോ സഖാവേ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴും അത് എൻ്റെ തീരുമാനമാണ്, ആ തീരുമാനം എല്ലാവരും അനുസരിച്ചാൽ മതി എന്ന നിലയ്ക്ക് വളരെ സ്വേച്ഛാധിപത്യ സ്വഭാവത്തിലേക്ക് കടന്നു പോവുകയും ആ സ്വേച്ഛാധിപത്യം കേരളത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിക്കെതിരെ ഇടതുപക്ഷത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ കൂടി ആഞ്ഞടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ശക്തമായിട്ടുള്ള ഒരു തോൽവി യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിടേണ്ടി വന്നത്. തർക്കമില്ലാത്ത പല സ്ഥലത്തും LDF-ന്റെ സ്ഥാനാർത്ഥികൾ 3-ാം സ്ഥാനത്താണ്. അത് അപ്രതീക്ഷിതം എന്ന് തന്നെയാണ് CPM വിലയിരുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് പല സ്ഥലത്തും CPM-നെ കൊണ്ട് എത്തിച്ച ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം പിണറായി വിജയൻ എന്ന് തന്നെയാണ്. കാരണം പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിൽ ചിലപ്പോൾ തെറ്റുണ്ടാവും, ചിലപ്പോൾ ശരിയുണ്ടാവും. ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് കേൾക്കാനോ അത് തിരുത്താനോ ഒരിക്കലും അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ്. ഒരിക്കലും ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ എടുക്കുന്ന തീരുമാനം നല്ലതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ചഞ്ചലമാകുന്ന മനസ്സിനേക്കാൾ നല്ലത് അചഞ്ചലമായിട്ടുള്ള തീരുമാനമായിട്ട് ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ അത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? നല്ല കാര്യങ്ങളൊക്കെ നല്ലതാണ്. തെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തെറ്റാണെങ്കിൽ അത് തിരുത്തണം. അത് തിരുത്താൻ പറഞ്ഞാൽ ഒരിക്കലും കേൾക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ എങ്ങനെ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ തിരുത്തും എന്ന് ജനങ്ങൾ സ്വയം ചോദിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായ കാര്യം ഇതാണ്: അത്തരം സംവിധാനത്തെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് മാറ്റുകയാണ്. മാറ്റുമ്പോൾ പിന്നീട് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ പിണറായി വിജയനോട് മാറൂ എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്, ഒരു മെസ്സേജാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രകടമാക്കപ്പെട്ടത്. ചട്ടങ്ങൾ മാറ്റിയില്ലെങ്കിൽ, നിങ്ങളുടെ ചട്ടങ്ങളും ശീലങ്ങളും മാറ്റിയില്ലെങ്കിൽ നിങ്ങളെ തന്നെ മാറ്റും അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു കുമാരനാശൻ പറഞ്ഞത്. എപ്പോഴും പാർട്ടി പറയുന്ന ഒരു കാര്യവും അതാണ്, മാറുക എന്നുള്ളതാണ്, മാറൂ എന്നുള്ളതാണ്, മാറ്റമാണ് പ്രധാനം. കടക്കൂ പുറത്ത് എന്ന് ജനങ്ങൾ പിണറായി വിജയനോടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് പറയാം. ഒരു വശം മാത്രമായിട്ട് പറയാം. വളരെയധികം ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. മന്ത്രിസഭയിലും പാർട്ടിയിലും അത് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഒന്നാമത് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് വളരെ ഇച്ഛാശക്തിയോട് പ്രസരണ നഷ്ടം, നമുക്ക് കേരളത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നഷ്ടം അതായിരുന്നു, ട്രാൻസ്മിഷൻ ലോസ്. അത് നികത്താൻ ആവശ്യമായിട്ടുള്ള പരിപാടികൾ അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മറന്നുപോയിരിക്കുക. എങ്കിലും പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്ത് ആദ്യത്തെ ഊഴത്തിൽ തന്നെ LNG പൈപ്പുകൾ മംഗലാപുരം വരെ നീട്ടുന്നതിൽ അദ്ദേഹം വിജയിച്ചു. എത്ര ശക്തമായ സമരമായിരുന്നു ആ മലബാർ ബെൽറ്റിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പരിസ്ഥിതി ദുർബലമെന്ന് പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം വലിയ പ്രക്ഷോഭം നടത്തിയ പ്രദേശങ്ങളിലും സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ദേശീയപാതയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള ഇച്ഛാശക്തി അദ്ദേഹം കാണിച്ചു. അത്
നല്ല ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിക്കല്ലാതെ കഴിയില്ല. പിന്നെ വിഴിഞ്ഞം പദ്ധതി നേരത്തെ അംഗീകാരം കിട്ടിയതാണെങ്കിലും ആ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അവിടുത്തെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു സമുദായങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് എതിർപ്പുണ്ട്. ആ എതിർപ്പുകളെ മറികടന്ന് ഇച്ഛാശക്തിയോടെ നിങ്ങൾക്ക് വേണ്ട പരിഹാരം തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഇച്ഛാശക്തി വേണം, പിന്നോട്ട് മാറാതെ അതുമായിട്ട് പോയി. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുമായിട്ട് അതുണ്ട്. ഇതിലെല്ലാം ഇച്ഛാശക്തി. പക്ഷെ പാർട്ടിക്കകത്തെ ഇച്ഛാശക്തി അങ്ങനെ നടപ്പാക്കേണ്ട കാര്യമല്ല. അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന് അപ്പുറം അദ്ദേഹം കടന്നു. പാർട്ടിയുടേതായ ഭരണഘടനയ്ക്ക് പുറത്ത് അദ്ദേഹം നടന്നു. ഉദാഹരണത്തിന് PM ശ്രീ നയപരമായ തീരുമാനമാണ്, അതിൽ ഒപ്പിടണോ വേണ്ട എന്നുള്ളത്. PM ശ്രീയിൽ അദ്ദേഹം ഒരു പാലമിട്ടു. എനിക്കറിയില്ല അത് പിന്നെ ജോൺ ബ്രിട്ടാസ് ആണോ അതോ പിന്നെ അല്ല, ഇത് ഈ നേരത്തെ സാറ് പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ തീരുമാനത്തെക്കാൾ ഉപരിയായി ഇദ്ദേഹത്തിന്റെ ഉപശാലകളിൽ താമസിക്കുന്നതായിട്ടുള്ള പാർശ്വവർത്തികൾ അവര് ഇടപെട്ടാണ് ഇത് മുഴുവൻ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവര് അങ്ങനെ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് ശരിയല്ല എന്ന് പാർട്ടിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരും നേതാക്കളും പറഞ്ഞാലൊന്നും കേൾക്കാനാരും തയ്യാറില്ല. ഇദ്ദേഹത്തിന്റെ ഇപ്പൊ സാറ് എണ്ണി പറഞ്ഞ ഈ ഇച്ഛാശക്തിയെ മുഴുവൻ തകർക്കുന്ന ഒരു ഇരട്ടത്താപ്പ് അതേ വ്യക്തിത്വത്തിൽ ഉണ്ട് എന്ന് ഈ കാലയളവിൽ ജനങ്ങൾക്ക് ബോധ്യമായില്ലേ? ഒന്ന്, സാറ് പറഞ്ഞ ഉദാഹരണം വിഴിഞ്ഞത്തിനെതിരായി വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചയാളാണ് അത് നടപ്പിലാക്കാൻ പിന്നെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ കിട്ടേണ്ടത് നമ്മുടെ പെട്ടിയിലേക്ക് വീഴുമ്പോ ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നതിന് തുല്യമാണ്. അദാനിക്കെതിരെ ഒന്നാമത്തെ കേസ്. ഇപ്പൊ രണ്ടാമത്തെ കേസ് എടുത്തോളൂ. ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്താ? ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ഘോരം പിണറായി കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പിണറായിക്ക് കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി പിന്തുണ കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുക്കുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല. ഈ ഓരോ വിഷയങ്ങളും എടുത്തോളൂ. ഓരോ വിഷയങ്ങളും എടുക്കുമ്പോഴും ഇപ്പൊ ഈ പാർട്ടിയെ വിട്ട് ആൾദൈവം പോലെ പെരുമാറുന്നു എന്നായിരുന്നല്ലോ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ആക്ഷേപം. പക്ഷെ നാട്ടിൽ മുഴുവൻ ഈ തമിഴ്നാട് മോഡൽ കട്ടൗട്ടുകൾ വന്നിട്ട് ഇയാള് ഒരു മഹാരാജാവിനെ പോലെ പെരുമാറിയപ്പോ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ പുള്ളി ആസ്വദിക്കുകയും അതിലേക്ക് രമിക്കുകയൊക്കെ ചെയ്തു. കാരണം വെച്ചാല് നമുക്കൊരു സെൽഫ് ക്രിട്ടിക്കായി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യമായി ഈ ഫ്യൂഡൽ ഇപ്പൊ കാരണഭൂതൻ എന്ന് വിളിക്കുക, ആ പാട്ട് ആസ്വദിച്ചിരിക്കുക, ക്യാപ്റ്റൻ എന്ന് വിളിക്കുക, നിങ്ങൾ തന്നെയാണ് എല്ലാം എന്ന ആളുകൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരു വിയോജിക്കുന്ന ചോദ്യം ചോദിച്ചാൽ പത്രക്കാരോട് പോലും തട്ടിക്കരുക. ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് ഇച്ഛാശക്തി ഉണ്ടായാൽ പോലും ആ ഇച്ഛാശക്തിയെ തകർത്ത് കളയുന്ന ഒരു വൈരുദ്ധ്യം ആ പേഴ്സണാലിറ്റി തന്നെയുണ്ട്. അത് തന്നെയാണ് പേഴ്സണാലിറ്റികളിൽ ഉണ്ടാകാം. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സംവിധാനത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു. ഒരു ഇരട്ടത്താപ്പ് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. ഒരൊറ്റ ഇരട്ടത്താപ്പ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സ്ത്രീലമ്പടൻ, അത് രതിവൈകൃതം ഉള്ളവൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ PT കുഞ്ഞുമോഹൻ എന്ന് പറഞ്ഞിരുന്ന മുൻ MLA ഇപ്പൊ ചലച്ചിത്ര നിർണയ ബോർഡിലുണ്ട് അദ്ദേഹം. ആ നിർണയ ബോർഡിൽ ഇരിക്കുന്ന PT കുഞ്ഞുമോഹനെതിരെ പരാതി വന്നത് 2 ആഴ്ച മുമ്പാണ്. ഇന്ന് വരെ FIR ഇട്ടിട്ടില്ല. FIR ഇട്ടില്ല. രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ അദ്ദേഹത്തിന്റെ മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ലേലത്തിന്റെ കാര്യം ഇന്ന് വരെ ആ മൊഴി എടുത്തിട്ടില്ല. ക്രൈംബ്രാഞ്ച് ആരാ കൺട്രോൾ ചെയ്യുന്നത്? അല്ലെ, കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നേർക്ക് നേർ കാര്യങ്ങൾ പറയാൻ. ഒറ്റയാളും ഇല്ല. നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ ഈ തിരശീലയിലേക്ക് നോക്കിയാൽ ഒറ്റൊരുത്തരും കൊള്ളാമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഇരട്ടത്താപ്പായിട്ട് നടക്കുന്നതാണ്. ഏത് പാർട്ടിയിൽപ്പെട്ട നോക്കി നിൽപ്പേ നമ്മൾ കണ്ടതാണ് ശബരിമലയിലെ ഇരട്ടത്താപ്പ്. ആരുടെ പക്ഷത്താണ്? സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടയോ? അല്ല, നിലപാടെടുക്കാം. ആ നിലപാട് മാറിയില്ല. ഞാൻ പറയുന്നു നിലപാടാണ് പ്രശ്നം. നിലപാടെടുക്കുമ്പോ ജനങ്ങൾ കൂടെ നിൽക്കും. ആ നിലപാട് നിൽക്കണം, നിലപാടായിരിക്കണം. ഓരോരോ സമയത്ത് ഓരോ നിലപാട് പോരല്ലോ. അപ്പൊ അത് അവസരവാദം അല്ല. ജനങ്ങൾക്ക് ആവശ്യം നേരെ പോന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ സത്യസന്ധമായിട്ടുള്ള. അതുകൊണ്ട് ഒരു കൊല്ലം ഏതാനും മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുന്നു. സാറ് തുടക്കത്തിലെ പറഞ്ഞതുപോലെ മാറി നിൽക്കൂ എന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കും. അല്ല, 6 മാസമുണ്ട് ഇവർക്ക്. ഇനിയും എന്ത് ചെയ്യാം? ജനങ്ങളോടൊക്കെ ഏറ്റു പറയാം, ഞങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറയാം. അതൊന്നും പറയൂര് തോന്നണ്ടോ സാർ? പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ സാർ? അത് ശരിയാണ്, അവര് പറയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ജനവിധിയിൽ നിന്ന് സഖാവെ അങ്ങ് പാഠം പഠിക്കണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാൽ പറയാൻ നാക്കുപൊങ്ങുന്ന ആളില്ലാഞ്ഞിട്ടല്ല സർ. വമ്പന്മാരാണ് ആ കമ്മിറ്റിയിലുള്ളത്.
19 പേര് ചില്ലറക്കാരല്ലല്ലോ, പക്ഷേ അവരെ മുഴുവൻ ഷണ്ഡീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യം. പാർട്ടി സംഘടനാ സംവിധാനം വട്ടപൂജ്യമായി മാറിയിരിക്കുന്നു. അതായത് ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ പാർട്ടിയെ നശിപ്പിച്ചതാണ്. കറക്റ്റാണ്. പാർട്ടിയുടെ പൊളിറ്റിക്സ്, നശിപ്പിക്കുകയും നേതാവ് മാത്രമാവുകയും ചെയ്തു. അധികാരമല്ല. വിജയൻ പറഞ്ഞതാണ്, പാർട്ടി അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ ജനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പാർട്ടിയെ അല്ല തോൽപ്പിച്ചത്. പാർട്ടിയെ തോൽപ്പിച്ചത് പിണറായി വിജയനാണ്. ജനങ്ങൾ പിണറായി വിജയനെയും തോൽപ്പിച്ചു എന്ന് പറഞ്ഞ തൽക്കാലം അല്ലേ, അതാണ് അതിന്റെ ഒരു വസം. അല്ല, അത് വളരെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പാർട്ടിയെ ഒരാളിങ്ങനെ തോൽപ്പിക്കുമ്പോൾ അയാൾ ആരെങ്കിലും തോൽപ്പിക്കാൻ വരണ്ടേ?